did the right thing, but it didn't turn out that way. It's been heavy and we're starting to break, but I hope you'll be okay. ഹായ് ഗൈസ്, അപ്പം നേരം പുലർച്ചെയാണ് കേട്ടോ. ഇത് നമ്മുടെ പെരുന്നാളുടെ ആണ്. അപ്പോൾ എല്ലാവരും ഒന്നും എണീറ്റിട്ടില്ല. അഞ്ചൂട്ട് നല്ല ഉറക്കലാണ് കേട്ടോ ഗൈസ്. നോക്കിയിരിക്കേ, അഞ്ചൂട്ടിന് പല്ലൊക്കെ തേപ്പിക്കുകയാണ് കേട്ടോ രാവിലെ. പല്ലൊക്കെ തേപ്പിച്ച് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പായസം കൊടുക്കുകയാണ് അഞ്ചൂട്ടന്. അഞ്ചൂട്ടൻ പായസം കുടിക്കുക. ഈ തൂമ്പാരൊക്കെ പറയും എല്ലാവരോടും. പറയേ, ഈ തൂമ്പാരൊക്കെ പറയേ. പായസം കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. അപ്പോൾ പെരുന്നാളായിട്ട് ഞാനിന്ന് ഉണ്ടാക്കിയ പായസം സേമിയ പാൽ പായസമാണ് കേട്ടോ. അപ്പോൾ പായസം മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പെരുന്നാളായിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഇതാക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ബിരിയാണി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം മുൻപായിട്ട് ഓർഡർ ചെയ്യണം. ഇത് ഫ്രൈ പാൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുൻപായിട്ട് ഓർഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബിരിയാണി റൈസ് തീരെ വെന്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബീഫ് അടിപൊളിയായിരുന്നു, ചിക്കനും സൂപ്പറായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അഞ്ചൂട്ടൻ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. പെരുന്നാൾ ഡ്രസ്സാണ് അഞ്ചൂട്ടൻ്റെ. ഇത് കുഞ്ഞാമ്മൻ്റെ വകയായിട്ട് എടുത്തെടുത്ത ഡ്രസ്സാണ് കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട സന്തോഷത്തിൽ അഞ്ചൂട്ടൻ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. എൻ്റെ വീട് വരെ പോയി വരാമെന്ന് വിചാരിച്ചു. ഇവർ രണ്ടുപേരും മാച്ചിങ് അല്ലേ. നോക്കൂ ഗൈസ്, എന്താ ഭംഗിയില്ലേ ആകാശത്തിൻ്റെ. മഴ പെയ്യാനുള്ള റെഡി ആയിട്ട് നിൽക്കുക. നല്ല പഞ്ഞിക്കട്ടകൾ പോലെയുള്ള എന്താ പറയുക, മേഘങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയില്ലേ. നല്ല ക്ലൈമറ്റ് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു 3 മണി ആ ഒരു ടൈമാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണേ. കാഴ്ചകളൊക്കെ കാണുന്നിടയ്ക്ക് അഞ്ചൂട്ടൻ ഉറങ്ങിപ്പോയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു പെരുന്നാളായിട്ട്. അപ്പോൾ ഉറക്കം വന്ന് 3 മണിക്കായിട്ടുണ്ട് സമയം. അപ്പോൾ അവനെ ഉറങ്ങിപ്പോയി. പിന്നെ വീട്ടിലെത്തിയാൽ കേട്ടോ എണീപ്പിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ വീടെത്തിയിട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഉപ്പയൊക്കെ ഉണ്ടായിരുന്നു, ഹായ് കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അഞ്ചൂട്ടനെ എണീപ്പിക്കുകയാണ് കേട്ടോ. അഞ്ചൂട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഓൻ എണീറ്റത്. പിന്നെ ഹായ് കുട്ടിനെ കണ്ടപ്പോഴൊക്കെ പിന്നെ ഉഷാറായിപ്പോയിട്ടോ. പിന്നെ അവിടെ കോഴിക്കുട്ടികളെ പുറകെ ഓടുന്ന പരിപാടിയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഉമ്മയുടെ വീട്ടിൽ പോയിട്ടോ, ഉമ്മമ്മാനെ കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് എൻ്റെ വീട്ടിൽ പോകുന്നു. അവിടുന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ നൈറ്റ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ച് വന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ പിറ്റേ ദിവസത്തെ മോർണിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ഞായറാഴ്ച അല്ല, തിങ്കളാഴ്ച അഞ്ചൂട്ടനെ അങ്കണവാടിയിൽ ആക്കണമല്ലോ. ശനിയാഴ്ച ആയിരുന്നല്ലോ പെരുന്നാൾ, ഞായറാഴ്ച അല്ല തിങ്കളാഴ്ച അടുത്ത ദിവസം കേട്ടോ. രാവിലെ ഉണ്ടാക്കിയത് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി.
ഇഡ്ഡലി ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിൽ പോലും തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പാത്രത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതായി എനിക്ക് ദേഷ്യം വരും കാണുമ്പോൾ തന്നെ. ചട്നി ഉണ്ടാക്കിയിരുന്നു കേട്ടോ, തേങ്ങാ ചട്നി. അംജൂട്ടനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്കണവാടിയിൽ പോവുകയാണ്. എനിക്ക് ടാറ്റൊക്കെ തന്ന് പോവാണ് കേട്ടോ ഗൈസ്. അപ്പൊ അതിന് ഉമ്മച്ചക്ക് ഉമ്മ തരാതല്ലേ ഈ പോണത്. വാ വാ ഉമ്മ ഉണ്ടാ അഞ്ചുട്ടാ. അതാ തൊപ്പി, കുഞ്ഞിക്ക് തൊപ്പി അതാ. ഇങ്ങോട്ട് വാ അമ്മച്ചിട്ടരാ. ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്.